ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആര്യൻ ഗോമതിയോടും മിത്രയോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ആര്യൻ പറയുന്നുണ്ട്, ഇന്ന് അലോക് എന്നോട് അത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടും അവനോട് ഞാൻ പ്രതികരിക്കാതെ വന്നത് എൻ്റെ കഴിവുകേടായിട്ട് നിങ്ങളാരും കാണരുത്. അതിനൊറ്റ കാരണമുള്ളൂ, എൻ്റെ മാമൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന്. ഞാൻ കാരണം ആ മനുഷ്യ വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയാം. ഇവിടെ വന്നപ്പോഴോ അതിലും വലിയ പ്രശ്നം. മിത്രേ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്, പക്ഷെ ഒരു പ്രശ്നം അവസാനിപ്പിക്കാനാ ഏറ്റവും ബുദ്ധിമുട്ട്. അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് ആര്യൻ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പം ആര്യൻ്റെ ആ പോക്ക് കാണുന്ന ഗോമതി പറയും, ഓഹോ, ഇപ്പൊ കുറ്റം മുഴുവനും ഈ പാവം പെങ്കൊച്ചിൻ്റെതായോ എന്ന് പറയാം. എന്നു തൊട്ട ഇവൻ ഈ ബോധോദയമൊക്കെ ഉണ്ടായി തുടങ്ങിയത്. മോളെ മിത്രേ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീ ചെയ്തത് ശരിയാണെന്നേ അപ്പച്ചി പറയുള്ളൂ. ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു ഭാര്യയും ഇങ്ങനെ പ്രവർത്തിക്കൂ. സ്വന്തം ഭർത്താവ് ആരുടെ മുന്നിൽ തലകുനിച്ച് കാണാൻ ഒരു ഭാര്യയും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മോള് സമാധാനമായിട്ടിരിക്കുക. അവൻ പറയുന്നതൊന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയാണ്. അപ്പം നമ്മുടെ മിത്രയും അതിനെപ്പറ്റി തന്നെ ആലോചിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രാത്രി ബാലൻ കടയിൽ നിന്ന് വന്നതിന് ശേഷം അവരുടെ റൂമിലിരുന്ന് കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുക. അപ്പോൾ ഗോമതി ഒരു ഗ്ലാസ് ചൂടുവെള്ളമായിട്ട് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബാലേട്ട, ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചു കുടിക്കണം എന്ന് പറയാം. എന്താ ബാലേട്ട, എന്താ ആകെ ഒരു ക്ഷീണം പോലെ? ഏയ് ഒന്നുമില്ല ഗോമതി, ഇന്ന് കടയിൽ കച്ചവടമൊക്കെ തീരെ കുറവായിരുന്നു. അതിപ്പം തൊട്ടടുത്ത് തന്നെ ഒരു കട കൂടി തുടങ്ങിയതല്ലേ, കച്ചവടം കുറേയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ആദ്യത്തെ ദിവസമായതുകൊണ്ടാണ് അവിടെ ഇത്രയും കച്ചവടം കിട്ടിയത്. എന്നും ഇതുപോലെ ആവണമെന്നൊന്നും ഇല്ലല്ലോ. ബാലേട്ടൻ പഴയ ആളായിക്കേ എന്ന് ഗോമതി പറയാം. ഗോമതി, ഞാനിപ്പോൾ അതൊന്നും അല്ല ആലോചിക്കുന്നത്. ഈ കടയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്കിപ്പോൾ ഒരു താല്പര്യമില്ല. ഗോമതി സ്റ്റോർ നമുക്കങ്ങ് അവസാനിപ്പിച്ചാലോ? എന്തൊക്കെയാ ബാലേട്ട ഈ പറയുന്നത്? ഗോമതി സ്റ്റോർ നിർത്താനോ? നിങ്ങൾ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നേ? ആ ധർമ്മനെ പേടിച്ചിട്ടാണോ ബാലേട്ടൻ ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുക. ഏയ് അതുകൊണ്ടൊന്നും അല്ലടോ, എനിക്കെന്തോ മനസ്സ് വരുന്നില്ല ഇനിയും അതുമായിട്ട് മുന്നോട്ട് പോകാൻ. എനിക്കറിയാം നമുക്ക് വേറെ ഉപജീവനമാർഗം ഒന്നുമില്ലെന്ന്, പക്ഷെ എന്തോ എനിക്ക് ഒന്നിനും വയ്യ എന്ന് ബാലേട്ടൻ പറയാം. അങ്ങനെ എൻ്റെ ബാലേട്ടൻ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ പാടില്ല, അത് ഈ ഗോമതി ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം. അപ്പം നമ്മുടെ ബാലൻ ചിരിക്കും. എന്തിനാ ചിരിക്കുന്നേ? താൻ പറഞ്ഞത് കേട്ട് ചിരിച്ചതാ. അതിൽ ചിരിക്കാൻ എന്താ ഉള്ളത്? എൻ്റെ ബാലേട്ടൻ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കുന്നതേ എനിക്കിഷ്ടമല്ല. എൻ്റെ ബാലേട്ടൻ എല്ലാവരുടെ മുന്നിൽ ജയിച്ചു നിൽക്കണം. എടോ, ഈ ഗോമതിയുടെ ബാലൻ കുറേ കാലമായിട്ട് തോറ്റോണ്ടിരിക്കുക. ബാലേട്ടാ, എന്തൊക്കെയാ ഈ പറയുന്നേ? തനിക്കും അതറിയാം, എനിക്കും അതറിയാം എന്ന് ബാലൻ വീണ്ടും പറയാം. ഈ വീട്ടിലുള്ള എല്ലാവർക്കും അതറിയാം. അതാടോ ശരിക്കും എൻ്റെ പ്രശ്നം എന്ന് പറയാം. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്തതൊന്നും എൻ്റെ ബാലട്ടൻ പറയാതെ. ഞാൻ പറയുന്നത് ശരിയല്ലേ? താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സമയത്ത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു. ആ ആത്മവിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ. പക്ഷേ ഇപ്പം ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതെല്ലാം പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും അത് പരാജയത്തിലല്ലേ അവസാനിക്കുന്നത്? താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയാം. അപ്പോൾ ഗോമതിയും ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് തനിക്കും അറിയാം, അതല്ലേ തനിക്ക് തിരിച്ചൊന്നും പറയാനില്ലാത്തത്? ബാലേട്ട, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്ത് പറയാനാ? ആനന്ദിൻ്റെ കല്യാണം ഞാൻ നടത്തി, മുന്നിൽ നിന്ന് എല്ലാം ചെയ്തത് ഞാനാ, ഒരു ആർഭാടപൂർവ്വം നടത്തി. എന്നിട്ടിപ്പം അവൻ്റെ ജീവിതം എങ്ങനായി എന്ന് ചോദിക്കാം. എൻ്റെ മോൻ്റെ ജീവിതം ഒന്നുമില്ലാതായില്ലേ? ദേവിക്ക് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. എന്തെല്ലാം നമ്മൾ കാണേണ്ടി വന്നു ഗോമതി എന്ന് ചോദിക്കുക. എടോ എനിക്കൊക്കെ സഹിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലെ ഭാരം ഓരോ നിമിഷവും കൂടി കൂടി വരിക. പിന്നെ നമ്മുടെ ധർമ്മൻ, അവനിവിടെ നിന്ന് പോയി. ഇപ്പം ദേ മറ്റൊരു കടയും തുടങ്ങി. അനാവശ്യമായി ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു. പണം മോഷ്ടിച്ചത് അവനാണെന്ന് ഞാൻ കരുതി. അതിൻ്റെ പേരിൽ അവനോട് ഞാൻ വഴക്കുണ്ടാക്കി. അവനോട് മോശമായിട്ട് ഞാൻ സംസാരിച്ചു. അവൻ ഇറങ്ങിപ്പോയില്ലേ? ഒക്കത്തിനും കാരണക്കാരൻ ആരാ? ഈ ഞാൻ തന്നെയല്ലേ? എൻ്റെ കൂടെ വളർന്നവനാ. അവനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പം അവനും എൻ്റെ ശത്രുവായി എന്ന് ബാലൻ പറയാം. അങ്ങനെ ഓരോരുത്തരായി ഈ ബാലനെതിരാവുക. ഇതെല്ലാം എൻ്റെ തീരുമാനങ്ങളുടെ പ്രതിഫലങ്ങളല്ലേടോ എന്ന് ചോദിക്കുക. ബാലേട്ടനെ ഉപദേശിക്കാനുള്ള അറിവൊന്നും എനിക്കായിട്ടില്ല എന്ന് ഗോമതി അപ്പോൾ പറയാണ്. പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ ബാലേട്ടനോട് പറയട്ടെ. എന്താടോ? ഞങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പം ചിലപ്പം കറിക്ക് ഉപ്പ് കൂടും, ചിലപ്പം എരിവ് കൂടും, അല്ലെങ്കിൽ ഉപ്പ് കുറയും, മധുരം കൂടും. ഇതൊക്കെ സ്വാഭാവികമല്ലേ ബാലേട്ട? എപ്പോഴും നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നൊന്നുമില്ല. കാരണം പല ചിന്തകളുമായിട്ടായിരിക്കും ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുന്നത്. അത് കഴിക്കുന്ന നിങ്ങൾ ചിലപ്പം
കറി നന്നായിട്ടുണ്ടെന്ന് പറയും, ചിലപ്പം മോശമായതിന് കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞങ്ങൾ പെണ്ണുങ്ങൾ ഇനി പാചകം ചെയ്യുന്നില്ലെന്ന് എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? തുടർന്നും പാചകം ചെയ്യും. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറ്റം കേട്ടാലും ഞങ്ങൾ പിറ്റേന്ന് പാചകം ചെയ്യും. തലേ ദിവസത്തേക്ക് കുറച്ചുകൂടി നന്നാക്കാൻ നോക്കും. നിങ്ങൾക്ക് വിളമ്പിത്തരും, നിങ്ങളത് കഴിക്കുകയും ചെയ്യും. അങ്ങനല്ലേ നടക്കാറ് എന്ന് ചോദിക്കുക. അത്രയേ ഉള്ളൂ ഈ കാര്യം. ബാലേട്ട, മനുഷ്യന്മാരല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നൊന്നുമില്ല. അങ്ങനെ വാശി പിടിക്കാനും പറ്റില്ലല്ലോ. ഒരു കറി വെക്കുന്നത് പോലെ അതും ചിലപ്പം മോശമാകും, ചിലപ്പം നമ്മൾ വിചാരിക്കുന്നതിലും നന്നാവുകയും ചെയ്യും ബാലേട്ട. അതുപോലെ ജീവിതവും എന്ന് പറയാം. ബാലേട്ടനെടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഒരു തവണ കറി മോശമായി പോയെന്ന് വെച്ച് ഇനി ഒരിക്കലും ആ കറി വെക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കാനില്ലല്ലോ. വീണ്ടും വെക്കും, നന്നാക്കും. അതുപോലെ ജീവിതം. ഒരു തീരുമാനം തെറ്റായി വെച്ച് ഇനിയും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ. തീരുമാനങ്ങൾ എടുക്കണം. എൻ്റെ ബാലേട്ടൻ ഇനി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയാകുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ വഴക്കും പഴിയും ഒക്കെ കേട്ടിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ മനസ്സ് മടുക്കാതെ വീണ്ടും അടുക്കളയിൽ കയറി ഓരോരോ കറികൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നില്ലേ? അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആണുങ്ങൾക്ക് സ്വന്തം ജോലിയിൽ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ച് ജയിക്കാൻ പറ്റാത്തത് എന്താ എന്ന് ഗോമതി ബാലനോട് ചോദിക്കുക. ഇത്രയേ ഉള്ളൂ നിങ്ങൾ. അവൻ്റെ ഇഷ്ടത്തിനൊരു കാര്യം ചെയ്തു, ചെയ്യട്ടെ. അതിന് നമുക്കിപ്പോൾ എന്താ ബാലേട്ടാ? ബാലേട്ടൻ്റെ വഴിക്ക് മുന്നോട്ട് പോകണം. ഒരാൾ ഒരു കട തുടങ്ങിയെന്ന് വെച്ച് അവസാനിക്കുന്നതാണോ ഗോമതി സ്റ്റോർ? ഗോമതി സ്റ്റോർ നിർത്തിയത് കൊണ്ട് എന്തെങ്കിലും പരിഹാരമാകുമോ? ദേവിയുടെ പ്രശ്നം തീരില്ല, ധർമ്മൻ്റെ പ്രശ്നവും തീരില്ല, ഒരു പ്രശ്നവും തീരാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ കട നിർത്തുന്നത് എന്ന് ഗോമതി ചോദിക്കുക. അത്രയേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ഗോമതി പറയുന്നതൊക്കെ ബാലൻ ഏൽക്കുന്നുണ്ട് കേട്ടോ. ബാലേട്ടൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോ, ബാലേട്ടൻ്റെ കൂടെ ഈ ഞാനില്ലേ എന്ന് ഗോമതി പറയാം. അപ്പോൾ ഗോമതിയുടെ വാക്കുകൾ നമ്മുടെ ബാലേട്ടന് ഒരു ഊർജ്ജം തന്നെ നൽകുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനേ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയതാടോ എന്ന് ബാലൻ പറയാം. അന്നത്തെ ആ ഗോമതി ഞാനിപ്പോൾ വീണ്ടും കണ്ടു എന്ന് പറയാണ് കേട്ടോ. ബാലേട്ടൻ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുക. അല്ലടോ എടോ എന്ന് വീണ്ടും വിളിക്കുക. എന്താ ബാലേട്ടൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഗോമതി അപ്പം ചോദിക്കുകയാണ്. എടോ, താനായിരുന്നു എന്നും എൻ്റെ ഊർജം, എനിക്ക് പ്രചോദനം എല്ലാം താനായിരുന്നു. ഇന്ന് വീണ്ടും ഞാൻ തളർന്നു പോകാൻ നിന്നപ്പം എൻ്റെ ഗോമതി തന്നെ ഈ ബാലനെ പിടിച്ചുയർത്തി എന്ന് പറയാം. ഞാൻ എങ്ങും തോറ്റു പോകരുതെന്നുള്ള എൻ്റെ ഗോമതിയുടെ വാശി അത് ഇന്നും നിന്നിലുണ്ടടോ എന്ന് ബാലൻ വളരെയേറെ അഭിമാനത്തോടു കൂടി ഗോമതിയോട് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതിക്ക് ചിരി വരികയാണ് കേട്ടോ. ബാലേട്ടൻ തോറ്റു കൊടുക്കുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ബാലേട്ട. എൻ്റെ ബാലേട്ടൻ എവിടെയും ഉയർന്നു തന്നെ നിൽക്കണം, അത്രേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയാം. ഇതേസമയം രാത്രി ധർമ്മം കടയൊക്കെ പൂട്ടി തനിയെ റോഡിലൂടെ നടന്നു വരിക. ഇതേസമയം രാമേട്ടൻ ധർമ്മം വരുന്നത് കാണുന്നുണ്ട്. അപ്പം ധർമ്മ എന്നും പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുക. എന്നിട്ട് രാമേട്ടൻ ധർമ്മനെ ഒന്ന് അടിപൊളി നോക്കിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ. ധർമ്മ, കലക്കിയുടെ മോളെ, നീയാണ് ആണ്, ശരിക്കും ആമ്പള സിംഹമാടാ നീ, സമ്മതിച്ചടാ നിന്നെ. പകരം ചോദിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെടാ, നിർത്തരുത്. വൈകാതെ നീ ഇന്ദിര സ്റ്റോറിൻ്റെ 2-3 ശാഖകൾ കൂടി ഇവിടെ ഇങ്ങനെ തുടങ്ങണോടാ. ഗോമതി സ്റ്റോറിൻ്റെ ആപ്പീസ് പൂട്ടിക്കണം, എന്നാലേ പ്രതികാരം പൂർത്തിയാകുള്ളൂ എന്ന് പറഞ്ഞ് രാമേട്ടൻ കളിയാക്കുക. 5 പൈസയുടെ കച്ചവടമില്ലാതെ, വരുമാനത്തിന് ഗതിയില്ലാതെ ബാലൻ ഭ്രാന്തെടുത്തോടണം, ദേവമംഗലക്കാര് പട്ടിണി കിടന്ന് ഇല്ലാണ്ടാക്കണം. ഇതൊക്കെയല്ലേ നീ ആഗ്രഹിക്കുന്നേ? എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ച് തന്നടാ. രാമേട്ടൻ എന്നെ കളിയാക്കുവാണല്ലേ എന്ന് ചോദിക്കുക. എന്തുവാടാ ഈ പറയുന്നത്? ഞാൻ നിന്നെ കളിയാക്കുവാണെന്നോ? നിന്റെ ആഗ്രഹങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. അതിന് നീ ആരാ, ഞാൻ ആരാ? നീ വലിയ കട മുതലാളി, ഞാനോ ഈ ഗോമതി സ്റ്റോറിലെ വെറും ഒരു തൊഴിലാളി, അതും ഉള്ളിയും മുളകും പൊതിഞ്ഞു കെട്ടാൻ നിൽക്കുന്ന വെറും ഒരു കൂലിക്കാരൻ. സത്യം പറഞ്ഞാ നിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഈ രാമേട്ടനില്ലടാ. അതെനിക്കറിയാം. നിന്റെ പേരെടുത്ത് വിളിക്കാൻ പോലും പാടില്ല. ധർമ്മൻ സാർ അല്ലെങ്കിൽ ധർമ്മൻ മുതലാളി, അങ്ങനെ വേണ്ടേ വിളിക്കാൻ എന്ന് ചോദിക്കാം. അപ്പം രാമേട്ടൻ്റെ ഈ വാക്കുകളൊക്കെ ധർമ്മൻ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ഗോമതി സ്റ്റോറിനെ എത്ര ദിവസം കൊണ്ട് പൊളിച്ചെടുക്കാനാണ് നീ പ്ലാൻ ഇട്ടിരിക്കുന്നത്? 2 മാസമോ അതോ 3 മാസമോ? രാമേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? എന്നെ ഇങ്ങനെ അവഹേളിക്കരുത്. നീ ആരാണെന്നാടാ നീ വിചാരിച്ചത് എന്ന് രാമേട്ടൻ ചോദിക്കുക. എടയാ, കൊച്ചനുജനെ പോലെയോ മൂത്ത മോനെ പോലെയോ നെഞ്ചിക്കൊന്ന് നടന്നൊരു മനുഷ്യനെയാ നീ വെറും വട്ടപൂജയാക്കാൻ നിൽക്കുന്നത് എന്ന് രാമേട്ടൻ
കാട്ടുമൃഗങ്ങൾ പോലും ചോറ് കൊടുക്കുന്നവനെ കൊള്ളില്ല. അതിനൊക്കെ ഒരു കാര്യം അറിയാടാ. നന്ദി നിനക്കില്ലാതെ പോയതും അതാ എന്ന് പറയാ. നിന്നെ പോലെയുള്ള ഇരുകാലി ഗുണങ്ങൾക്കുള്ള ഗുണം അതിനൊക്കെ ഉണ്ടടാ, അതുകൊണ്ടാ അതങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാ. ബാലൻ അറിയാതൊരു തെറ്റ് ചെയ്തത് നീ ഒരു അവസരമാക്കി എടുത്തല്ലേ. എന്നാലും ഇങ്ങനെയൊക്കെ തരം തഴ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു കട തുടങ്ങാൻ പ്ലാൻ ഇട്ട് നടന്നപ്പോഴാണ് നിനക്കൊരു കാരണം വീണ് കിട്ടിയത്. മോങ്ങാനിരുന്ന നായുടെ തൈയിൽ തേങ്ങ വീണതുപോലെ ബാലനെയും ഗോമതി സ്റ്റോറിനെയും അങ്ങ് സംഹരിച്ച് കളയാമെന്ന് നീ അങ്ങ് തീരുമാനിച്ചല്ലേടാ എന്ന് രാമേട്ടൻ പറയണം കേട്ടോ. അതിന് നീ 3 ജന്മം ജനിക്കണോടാ. ആരൊക്കെ ബാലനെ വിട്ടുപോയാലും ഞാനുണ്ടാകുവേടാ അവൻ്റെ കൂടെ. അവൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. ഞാൻ വീണിട്ടേ അവനെ തൊടാൻ ആർക്കും സാധിക്കുള്ളൂ. നിനക്ക് എങ്ങനെ ഇതിനൊക്കെ മോശം കിട്ടാൻ പോകുവേടാ? നീ എന്തൊരുത്തനാടാ, പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലോ എന്ന് ചോദിക്കുക. അപ്പം ധർമ്മൻ അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. ധർമ്മൻ്റെ കരച്ചിൽ കാണുമ്പം രാമേട്ടൻ എന്തോ പോലാവുക. പെട്ടെന്ന് രാമേട്ടനെ കെട്ടിപ്പിടിക്കുക. ധർമ്മ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുക. ഞാൻ അറിഞ്ഞിട്ടല്ല രാമേട്ട എന്ന് ധർമ്മം പറയാണ്. രാമേട്ട സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. എന്നെ മറ്റാരെക്കാളും അറിയാവുന്ന ആളല്ലേ രാമേട്ടൻ. നന്ദികേട് ഞാൻ കാണിക്കുമെന്ന് രാമേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാ. ആ അമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഈ കടയുമായിട്ട് മുന്നോട്ട് പോയത്. എൻ്റെ അമ്മ സത്യം ഞാൻ പറയുക. ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ പോലും ഈ സത്യം അറിയുന്നത്. ആ കട എനിക്ക് വേണ്ടിയാണ് എടുത്തതെന്ന് പോലും അതെവിടെയാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് ആ സമയം ഞാൻ എന്തൊക്കെ ബഹളം കാണിച്ചുവെന്ന് അവിടെ ഉള്ളവരോട് രാമേട്ടൻ ചോദിച്ചു നോക്ക്. അവർ പറഞ്ഞു വരും. എന്നെ അളിയനെ തെറ്റിക്കാനും ഗോമതി സ്റ്റോറിന് ക്ഷീണം വരുത്താനും വേണ്ടി എൻ്റെ ഏട്ടനാ ആ അച്യുതവർമ്മ ചെയ്തു കൂട്ടിയതാ ഇതൊക്കെ. ഞാൻ അതിന് ബലിയാടായി പോയതാ. ഞാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതാ. പക്ഷെ എൻ്റെ അമ്മ വേദനിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. എൻ്റെ അമ്മയെ അനുസരിക്കേണ്ടി വന്നു എനിക്ക്. എൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ പൂട്ടിക്കളഞ്ഞു രാമേട്ട. അളിയനെയും ചേച്ചിയോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ ഞാൻ നോക്കിയതാ. പക്ഷെ അവർ ശകാരിച്ചോടിച്ചു. ഈ അവസ്ഥയിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം രാമേട്ട എന്ന് ചോദിക്കുക. ഞാൻ പറയുന്നത് കേൾക്കാനോ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാനോ ആരുമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് വീണ്ടും ചോദിക്കുക. എന്ത് ചെയ്യാനാ? ഇപ്പം എനിക്കൊരു കുടുംബമായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയേനെ, അല്ലെങ്കിൽ ഞാൻ വല്ല ആത്മഹത്യം ചെയ്തു പോയേനെ എന്ന് പറയാം. ധർമ്മ അതാ എന്ന് പറഞ്ഞ് രാമേട്ടനപ്പം വിളിക്കുക. അതാ നല്ലത്. പിന്നൊന്നും അറിയണ്ടല്ലോ. ആരുടെയും ശകാരവും കേൾക്കണ്ട, കുത്തുവാക്കുകളും കേൾക്കണ്ട, ആരുടെയും കളിപ്പാവേ ആവണ്ട. എനിക്ക് ശരിക്കും മടുത്തു രാമേട്ട എന്ന് ധർമ്മം പറയാം. അങ്ങ് രക്ഷപ്പെട്ടു പോകായിരുന്നു എന്ന് പറയാം. വിഷമിക്കാതെടാ, ഞാനൊന്നും അറിഞ്ഞില്ലടാ എന്ന് പറയാം. എല്ലാം ശരിയാകും എന്ന് രാമേട്ടനപ്പം പറയാം. വീണ്ടും ധർമ്മൻ അവിടെ നിന്ന് കരയാ. പോട്ടടാ നീ ഇങ്ങനെ കരയാതെ എന്ന് പറയാ. അതേസമയം നമ്മുടെ സുകന്യയും രാജശ്രീയും അതുപോലെ അച്യുതനും കൂടി ചേർന്ന് കടയിലെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഗംഭീര തുടക്കമാണ് രാജശ്രീ ചേച്ചി. ഇന്ന് നല്ല അടിപൊളി കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. നല്ലൊരു തുക തന്നെ കളക്ഷനായിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുന്ന അച്യുതൻ പറയും, ഈ കളക്ഷൻ തുടർന്നും നീ കീപ്പ് ചെയ്യണം. അതായത് എല്ലാ ദിവസവും ഈ രീതിയിൽ കളക്ഷൻ നീ റെഡിയാക്കണമെന്ന്. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും അച്യുവേട്ടാ. ഗോമതി സ്റ്റോറിൻ്റെ മുന്നിൽ ഇന്ദ്ര സ്റ്റോർ എത്തിയിരിക്കും എന്ന് പറയാം. അത് ഇന്ന് തന്നെ എത്തിയാലോ. പിന്നെ ആ ഗോമതി സ്റ്റോറിൽ സ്ഥിരം കച്ചവടത്തിന് വരുന്ന കുറച്ച് പേരുണ്ട്. അതായത് സ്ഥിരം അവിടുന്ന് സാധനം മേടിക്കുന്ന കുറച്ച് പേര്. അവരുടെ കുറേ നമ്പറുകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പേരെയൊക്കെ എനിക്ക് പരിചയക്കാരാ. അവരോടൊക്കെ വിളിച്ച് ഇന്ദ്ര സ്റ്റോറിലേക്ക് വരാൻ ഞാൻ പറഞ്ഞോളാം. ബാക്കിയുള്ളവരെയും നീ ഇന്ദ്ര സ്റ്റോറിലേക്ക് എത്തിക്കണം. ഇത്രയും നാളും മത്സരം ദേവമംഗലത്തുള്ളവരും കൃഷ്ണമംഗലത്തുകാരും തമ്മിലായിരുന്നെങ്കിൽ ഇന്നത് ഇന്ദ്ര സ്റ്റോറും ഗോമതി സ്റ്റോറും തമ്മിലാ. 1 മാസം അതിനുള്ളിൽ ഗോമതി സ്റ്റോറിന് പൂട്ട് വീണിരിക്കണം എന്ന് പറയാം. അത് ഉറപ്പല്ലേ എന്ന് നമ്മുടെ സുകന്യയും അപ്പം പറയണം കേട്ടോ. പെട്ടെന്ന് രാജശ്രീ പറയും, എന്തുകൊണ്ട് വച്ചുവേട്ടൻ അമ്മയുടെ പേര് കടയിൽ കിട്ടത് നന്നായി. അതുകൊണ്ട് ഇനിയും ധർമ്മൻ പ്രശ്നത്തിനൊന്നും വരില്ല. അമ്മ ഇതിൽ ഇടപെട്ട കേസല്ലേ എന്ന് പറയാം. ഒന്നും കാണാതെ ഈ അച്യുതൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അപ്പം അച്യുതൻ പറയാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ അമ്മയുടെ പേര് ഞാൻ അതിനിട്ടത് തന്നെ എന്ന് പറയാണ്. പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് കയറി വരാം. എടാ ധർമ്മ, ഇന്നത്തെ കളക്ഷനൊക്കെ ഞങ്ങൾ നോക്കുമായിരുന്നു. ഗംഭീര കളക്ഷനാ. കട ഇനിയും ഇതുപോലെ മുന്നോട്ട് പോയാൽ നിനക്ക് സുഖനിക്കും അന്തസ്സായിട്ട് ഈ നാട്ടിൽ ജീവിക്കാം എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, കളക്ഷനൊക്കെ നോക്കി നിങ്ങൾ തന്നെ ഇവിടെ ഇരുന്നോ. നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്ന് പറയാം. പക്ഷേ എൻ്റെ സമയം തീർന്നു, അത്ര തന്നെ. എല്ലാവരുടെ മുന്നിലും ഞാനിപ്പം ചതിയനും വൃത്തികെട്ടവനുമായി. അതായിരുന്നല്ലോ നിങ്ങൾ ആഗ്രഹിച്ചത്. ആരുടെ മുന്നിലാടാ നീ ചതിയനായത്? ആ ബാലൻ തന്നെ ചതിയനെന്ന് വിളിച്ചു കാണും. പിന്നെ ആ ഗോമതിയും.
അവരൊക്കെയല്ലേ നിന്നെ വിളിച്ചത് എന്ന് അച്യുതൻ ചോദിക്കുക. എടാ ഞങ്ങളെ നിന്നെയൊക്കെ ചതിച്ചവരല്ലേടാ അവരെല്ലാവരും എന്ന് അച്യുതൻ പറയാ. എടാ നീ രക്ഷപ്പെടുന്നത് കാണുമ്പം മനസ്സ് തളർത്താൻ അവർ പലത് വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. അപ്പം നീ തകർന്ന് പോകുകയല്ല വേണ്ടത്, അതിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കുക വേണ്ടത്. അത് കേൾക്കുന്ന ധർമ്മം പറയും, ദേവമംഗലംകാരും മാത്രമല്ല പലരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾക്കറിയണ്ടല്ലോ. ഇപ്പം ആ രാമേട്ടൻ പറയുന്നത് കേട്ടപ്പം ഞാൻ കരഞ്ഞു പോയി. നീ ആയതുകൊണ്ട് കരഞ്ഞു, ഞാനായിരുന്നെങ്കിലേ അയാൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചേനെ എന്ന് പറയാ. അല്ല അയാളൊക്കെ നിന്നെ ഉപദേശിക്കാൻ ആരാ എന്ന് പറയാ. പെട്ടെന്ന് സുകന്യ അങ്ങോട്ട് വരിക. എനിക്കറിയാം അയാളെ, ബാലേട്ടൻ തല്ലാൻ പറഞ്ഞ കൊല്ലാൻ നടക്കുന്ന ആളാ. ഗോമതി സ്റ്റോർ കണ്ടുപിടിച്ചത് അയാളാണെന്ന് അയാളുടെ ഒരു ഭാവം. ഒരു രാമേട്ടൻ എൻ്റെ ഭാവിക്ക് കടയിട്ടുന്നെന്ന് നിങ്ങൾ പറയുന്നു, അതിൽ അല്പമെങ്കിലും വാസ്തവമുണ്ടോ ഏട്ടാ? പക്ഷേ എൻ്റെ മനസ്സ് സമാധാനം ഇതോടുകൂടി തീർന്നല്ലോ എന്ന് പറയാം. എടാ മോനെ, ഇത്രയേ ഉള്ളോടാ നിൻ്റെ മനക്കട്ടി എന്ന് അച്യുതൻ പറയാം. നീ ഒരു വ്യാപാരിയാ, ഒരു കച്ചവടമായിട്ട് നീ മുന്നോട്ട് പോകുമ്പം ഒരു വിട്ടുവീഴ്ചയും പാടില്ല, നിൻ്റെ ജീവിതം മാത്രമേ ഇതിന് ലക്ഷ്യമിടാവുള്ളൂ എന്ന് പറയാം. രാജശ്രീ ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, ഒരാഴ്ച കൊണ്ട് നീ പാകപ്പെടും, നിന്നെ കരയിച്ചവരെയൊക്കെ നീ കരയിപ്പിക്കണം, അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയാം. പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. പെട്ടെന്ന് അച്യുതൻ പറയും, ദേ സുകന്യേ, ഇവൻ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും, നീ കാര്യങ്ങൾ ഏറ്റെടുത്തോണം, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം മിത്രയും ആര്യനും അവരുടെ റൂമിലുണ്ട്. ആര്യൻ കിടക്കാനായിട്ടുള്ള തയ്യാറെടുപ്പില്ല. പെട്ടെന്ന് മിത്ര പറയും, ആര്യനോട് ഞാൻ മിണ്ടില്ല, ആര്യൻ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തു പറഞ്ഞു എന്നപ്പോൾ ആര്യൻ ചോദിക്കും. ഒന്നും പറഞ്ഞില്ലേ എന്ന് പറയാ. രാവിലെ എന്താ പറഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാ. ഓ രാവിലെ ഞാനെന്താ പറഞ്ഞത്, അലോകിൻ്റെ കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം. അലോകിൻ്റെ ആരിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തിനാ ഇടപെട്ടതെന്ന് ചോദിച്ചില്ലേ? അത് പിന്നെ ശരിയല്ലേ, തനിക്ക് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് വീണ്ടും ചോദിക്കുക. ദേ ആര്യ, വീണ്ടും അങ്ങനെ തന്നെ പറയരുത് കേട്ടോ എന്ന് പറയാ. എടോ, ഞാനും അവനും തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേ താൻ ഇടപെടാൻ പാടില്ലായിരുന്നു. വേണ്ട ആര്യ, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ചിലപ്പോൾ വഴക്കാവും എന്ന് പറയാം. അപ്പം ഇത്രയെ പിടിച്ചു നിർത്തും. അപ്പോഴും തൻ്റെ ഭാഗത്ത് തെറ്റ് സമ്മതിക്കരുത്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മിത്ര പറയും. എടോ, തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയാം. ആര്യ വേണ്ട, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയാം. ഇതാണ് കുഴപ്പം, ഒരു കാര്യം സംസാരിച്ച് ക്ലിയർ ആക്കാൻ താൻ സമ്മതിക്കില്ല, പാതിയാവുമ്പോൾ താൻ നിർത്തിക്കളയും. ഞാൻ എന്ത് കാര്യമാണ് സംസാരിച്ച് ക്ലിയർ ആക്കാൻ സമ്മതിക്കാത്തത്? താൻ എല്ലാ കാര്യവും സംസാരിച്ച് ക്ലിയർ ആക്കാറുണ്ടോ? എന്ത് കാര്യമാണ് സംസാരിക്കാതിരുന്നിട്ടുള്ളത് എന്ന് മിത്രയപ്പോൾ ചോദിക്കുക. ശരി, ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇന്ന് ഞാനും അവനും തമ്മിൽ അടി ഉണ്ടാകില്ലേ? ആര്, അലോകുമായിട്ടോ? അത് തന്നെ. ആ സമയത്ത് താൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന മിത്ര പറയും, എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആര്യനൊന്ന് ഗസ് ചെയ്ത് നോക്ക് എന്ന് പറയാം. ഞാൻ ഗസ്സൊക്കെ ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ, താൻ പറ, താൻ എന്തായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുക. വേറെന്ത് സംഭവിക്കാനാ, ഞാൻ അവനെ അങ്ങ് തട്ടും എന്ന് പറയാ. അത് കേൾക്കുന്ന ആര്യൻ ചിരിക്കും. ഒന്ന് പോടോ, കോമഡി പറയുവാണോ എന്ന് ചോദിക്കുക. കോമഡി ഒന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാ. താൻ ശരിക്കും അവനെ തട്ടുമോ എന്ന് ചോദിക്കുക. കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ എന്ന് മിത്ര വീണ്ടും പറയും. അപ്പം എന്നെ ഉപദ്രവിച്ചാൽ താൻ അവനെ തട്ടും, ഉറപ്പാണോ? ഉറപ്പായിട്ടും ഞാൻ അവനെ തട്ടും എന്ന് വീണ്ടും പറയാം. എടോ, അവൻ തൻ്റെ സഹോദരനല്ലേ എന്ന് ചോദിക്കുക. അതുകൊണ്ട് അല്ല, തനിക്ക് സഹോദര സ്നേഹം ഒരുപാടുണ്ടെന്നൊക്കെ എനിക്കറിയാം, സഹോദരനാണെന്നുള്ള പരിഗണന താൻ അവന് കൊടുക്കില്ലേ? ആരിൻ്റെ കാര്യത്തിൽ വേറെ ആർക്കും ഞാൻ ഒരു പരിഗണനയും കൊടുക്കില്ല. ആരും കഴിഞ്ഞേ എനിക്ക് വേറെ ആരും ഉള്ളൂ, ആരും തന്നെയാണ് എനിക്ക് എല്ലാവരിലും വലുത്. അത് കേൾക്കുന്ന ആരിനും ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പം മിത്രയുടെ അടുത്ത് ആരിനും പോയിരിക്കാം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടേ, താൻ എന്നെ ഇങ്ങനെ സ്നേഹിച്ചാലേ എനിക്ക് അഹങ്കാരം ഉണ്ടാവും എന്ന് ആരും പറയാം. താൻ ഇപ്പം പറഞ്ഞല്ലേ, അത് ഒന്നും കൂടി ഒന്ന് പറയാവോ എന്ന് ചോദിക്കുക. ഇപ്പം ഞാൻ എന്താ പറഞ്ഞത് എന്ന് അപ്പം മിത്ര വീണ്ടും ചോദിക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.